ഹായ്, ഇത് എൻ്റെ പവിഴമല്ലി ചെടിയിൽ നിൽക്കുന്ന എന്തോ ജീവിയുടെ കൂടാണ് കേട്ടോ. ഇത് നമ്മുടെ ഹണികോമ്പ് പോലൊക്കെ തന്നെ ഇരിക്കുവാണ്, പക്ഷെ അത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അത് നല്ല രസമൊക്കെ ഉണ്ട് കാണാൻ, പക്ഷേ ഈ ജീവിയുടെ ഒരു കുത്തിപ്പോൾ എനിക്ക് കിട്ടി. എൻ്റെ കൈ, ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഇതിനകത്തൊരു ഉണങ്ങിയ കമ്പ് നിന്നു, അത് ഞാനൊന്ന് ഒടിച്ചു കളഞ്ഞു. ആ ഒരു കുലുക്കത്തിൽ ഇതിനകത്തിരുന്ന ആ ജീവികളുണ്ടല്ലോ ഒന്ന് പറന്നു. 2-3 കുത്തൻ്റെ കൈക്ക് കിട്ടി. നല്ല വേദനയും പെരുപ്പും ഉണ്ട്. കടന്നൽ കൂടല്ലാണോ? അല്ല, പക്ഷെ അത് കണ്ടാൽ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ പോലും ഇത് കടന്തലും അല്ലെന്ന് എനിക്ക് തോന്നുന്നു. ചെറിയ എന്തോ സംഭവമാണ്. പക്ഷേ അത് കുത്തിയ കുത്ത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോയതേ ഉള്ളൂ. പക്ഷെ എനിക്ക് ഈ കൈവച്ച് വീഡിയോ എടുക്കാൻ പറ്റാത്ത തരത്തിലുള്ള വേദന എടുക്കുന്നത്. ഭയങ്കര വേദന. നിങ്ങൾക്കറിയാമോ കൂട്ടുകാർ, ഇത് ഉണങ്ങിയ തണ്ടിലാണ് നിൽക്കുന്നത്. ഇത് എന്തുവാണെന്ന് എനിക്ക് ഒരു ഐഡിയയും ഇല്ല. ഞാൻ ഇത് കണ്ടിട്ടുമില്ല. എൻ്റെ ശ്രദ്ധയിൽ ഇതുവരെ വരാത്തൊരു കാര്യമാണ്. 2 കൂടുണ്ട്. ഇതൊരു കൂടാണ്. പക്ഷെ കൂടിൻ്റെ നിർമ്മിതി നമ്മൾ സമ്മതിച്ചേ പറ്റൂ. എന്ത് രസമായിട്ടുണ്ടെന്നറിയാം കാണാൻ. പക്ഷെ അത് പാവം എന്തോ ജീവികളാണെന്ന് പ്രതീക്ഷിച്ച് ഞാൻ നിന്നത്. പക്ഷെ അത്ര പാവമൊന്നും അല്ല കേട്ടോ. എൻ്റെ കയ്യിലെ വേദന ഇപ്പം എനിക്ക് വലത്തെ കൈ വെച്ച് വീഡിയോ പിടിക്കാൻ വയ്യ, അത്രയ്ക്ക് വേദന എടുക്കുക. എന്തുമായിരിക്കും അത്? ഒന്നല്ല 2-3 കുത്തിയോന്ന് എനിക്കിപ്പോൾ സംശയമുണ്ട് കേട്ടോ. നല്ല നല്ല ഡിസൈനാണ്. ഈ കൂടിൻ്റെ ഡിസൈൻ നല്ല രസമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ കൂട്ടുകാർ, ഇത് എന്ത് ജീവിയുടെയാണെന്നൊക്കെ? ഞാൻ ആദ്യമായിട്ട് കാണുവാണ്. എൻ്റെ കണ്ണിലത് വന്നിട്ടില്ല ഇതുവരെ. ഓക്കെ, ഈ കാണുന്ന കൂട് ഇത്തിരി വീതിയൊക്കെ ഉള്ളത്, വലിപ്പമുണ്ട്. എനിക്കൊന്നും അതിനകത്ത് ആ ജീവിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ. എൻ്റെ കൈ ശരിക്കും ഇങ്ങനെ അരപ്പെന്ന് പറയത്തില്ലേ, കടന്നലൊക്കെ കുത്തുമ്പോൾ ഇത് കടന്നലല്ല സംഭവം. ഓക്കെ, അനങ്ങിപ്പോയാൽ അതൊക്കെ ഉണ്ട്. അതിൻ്റെ കയ്യിലൊക്കെ കുത്തിയാലേ, എൻ്റെ കൈ കുത്തുന്നതല്ല, എൻ്റെ മുഖത്ത് കുത്തിയാലോ നീരൊക്കെ പിടിക്കുവാണെങ്കിൽ നമ്മൾ വേദന കൊണ്ട് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരും. നോക്കി, പക്ഷെ നല്ല രസമുണ്ട് സംഭവം കാണാൻ, നല്ല രസമുണ്ട് ആ കൂടുമൊക്കെ. പക്ഷെ അതിപ്പോഴാണ് എൻ്റെ കണ്ണി പെട്ടത്. അപ്പോൾ ഞാൻ ഓടിപ്പോയി ക്യാമറ എടുത്തുകൊണ്ട് വരുമായിരുന്നു, ഫോൺ എടുത്തുകൊണ്ട് വരുമായിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയിൽ എൻ്റെ ഒരു അഹങ്കാരം കൊണ്ട് എനിക്ക് കുത്തു കിട്ടിയതാണ്. ഞാൻ അവിടെ ഒരു ഉണങ്ങിയ കമ്പ് എൻ്റെ ക്യാമറയെ മറച്ചുകൊണ്ട് നിന്നത് ഒടിച്ച് കളഞ്ഞതാണ്. അത് വലിയ കുലുക്കമൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഞാൻ ചെയ്തത്. പക്ഷേ കുലുങ്ങി കൂട്ടുകാരെ, അത് വലിയ പ്രശ്നമായി. എന്ത് ചെയ്യുന്നു, അത് കാണുന്നില്ലല്ലോ. എനിക്ക് പേടിയുള്ളത് കൊണ്ട് അതിൻ്റെ അടുക്കലോട്ട് പോകാനും എനിക്ക് പേടി. ചിലപ്പോൾ വീഡിയോയിലൊന്നും അത് കിട്ടുന്നില്ല. കാരണം ഇപ്പോൾ